നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസം 18-ന് ലഹരിയിൽ സ്വന്തം മാതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ആഷിഖിന്റെ മുഖം മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനാകില്ല. കാരണം ക്രൂരമായ ആരുംകൊല നടത്തിയ ശേഷം ആ കൃത്യത്തെ ന്യായീകരിക്കാൻ പ്രതി പറഞ്ഞത് ജന്മം നൽകിയതിനുള്ള ശിക്ഷ എന്നായിരുന്നു. ആ പ്രതിയുടെ ഉറ്റ സുഹൃത്ത് യാസിർ ഇപ്പോഴത്തെ പിണങ്ങിക്കഴിഞ്ഞിരുന്ന തന്റെ ഭാര്യയെ മൃഗീയമായി കൊലപ്പെടുത്തിയെന്ന നടുക്കുന്ന വാർത്തയാണ് പുറത്തുവന്നത്. ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചിട്ടും യാസിർ തുടരെ ശല്യപ്പെടുത്തി. ഷിബിലയെ കൊല്ലുമെന്ന് യാസിർ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഉമ്മയെ വെട്ടിക്കൊന്ന ആഷിഖ് യാസിന്റെ സുഹൃത്താണെന്നറിഞ്ഞത് ഷിബില ചോദ്യം ചെയ്തു. യാസിർ ആഷിഖിന്റെ സുഹൃത്താണെന്ന് അറിഞ്ഞതോടെയായിരുന്നു ഷിബില താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. ഷിബിലയുടെ പേരിൽ യാസിർ പലയിടത്തായി വായ്പ എടുത്തെടുത്തു. യാസിറുമായി നിയമപരമായി വേർപിരിയാൻ ഷിബില തയ്യാറെടുക്കുമ്പോഴായിരുന്നു കൊലപാതകം. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ അരുംകൊല നടന്നത്. നോമ്പുതുറ നടക്കുന്ന സമയമായിരുന്നു ഈ കൊലപാതകം. ഷിബിലയുടെ വീട്ടിലെത്തിയ യാസിർ കത്തി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു. ആക്രമണം തടയാൻ ശ്രമിച്ച ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാനെയും മാതാവ് ഹസീനെയും യാസിർ ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലുമായി ചികിത്സയിലാണ്. 3 വയസ്സുകാരി മകൾ സെന്നുവിന് പെരുന്നാൾ വസ്ത്രവുമായി വരാമെന്ന് പറഞ്ഞു പോയ യാസിറാണ് പിന്നീട് ആയുധവുമായി എത്തി ഭാര്യ ഷിബിലയെ വെട്ടിക്കൊന്നത്. 2020 ഷിബിലയും യാസിറും വിവാഹിതരായ ശേഷം അടിവാരത്തെ വാടക വീട്ടിലായിരുന്നു താമസം. 3 മാസം മുൻപാണ് ഷിബില ഈങ്ങാപ്പുഴ കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് വന്നത്. ലഹരിക്ക് അടിമയായ യാസിറിന്റെ ആക്രമണമാണ് അതിന് കാരണമെന്നാണ് പറയുന്നത്. തിരിച്ചു ചെന്നില്ലെങ്കിൽ കൊല്ലുമെന്ന് യാസിർ നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നതായും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 7:10-ന് കാറിലായിരുന്നു യാസിർ ഷിബിലയുടെ വീട്ടിലെത്തിയത്. തിരിച്ചു പോകാൻ പാകത്തിൽ കാർ നിർത്തിയായിരുന്നു വീട്ടിലേക്ക് യാസിർ കയറിയത്. തുടർന്ന് ഭാര്യയെ വെട്ടുകയായിരുന്നു. ഇത് തടയാൻ വന്നപ്പോഴാണ് ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ, മാതാവ് ഹസീന എന്നിവർക്ക് വെട്ടേറ്റത്. ഇതിൽ അബ്ദുറഹ്മാന്റെ പരിക്ക് ഗുരുതരമായി തുടരുകയാണ്. ആംബുലൻസിൽ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോവുകയായിരുന്നു. ഷിബില സംഭവസ്ഥലത്ത് തന്നെ മരിച്ചതായി പറയുന്നു. ഷിബില യാസിർ ദമ്പതികളുടെ കുടുംബ പ്രശ്നത്തിലിടപെട്ട് പരിഹാരത്തിന് ഇന്നോ നാളെയോ മധ്യസ്ഥ ശ്രമം നടക്കാനിരിക്കുകയായിരുന്നു ഈ അരുംകൊല. ഭർത്താവ് യാസിറിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലക്ഷ്യം ഭാര്യയുടെ പിതാവ് അബ്ദുറഹ്മാനായിരുന്നുവെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. ഭാര്യയെ തന്നിൽ നിന്ന് അകറ്റിയെന്ന് അബ്ദുറഹ്മാനാണെന്നായിരുന്നു ഇയാൾ കരുതിയിരുന്നത്. ഭാര്യാപിതാവിനെ കൊലപ്പെടുത്താനായി പുതിയ കത്തി വാങ്ങി കയ്യിൽ സൂക്ഷിച്ചു. ഷിബിലയെ കൊല്ലാൻ വിചാരിച്ചിരുന്നില്ലെന്നും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നുവെന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. ആക്രമണ സമയത്ത് യാസിർ ലഹരി ഉപയോഗിച്ചിരുന്നില്ല. 4.5 വർഷങ്ങൾക്ക് മുമ്പ് പ്രണയിച്ചായിരുന്നു പ്രതിയും ഷിബിലയും വിവാഹിതരായത്. തുടക്കം മുതലേ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിലും പ്രണയ വിവാഹമായതിനാൽ വീട്ടുകാരോട് ഭർത്താവിനെ പറ്റി മോശം പറയാൻ ഷിബിലയ്ക്ക് തോന്നിയിരുന്നില്ല. സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയ ആഷിഖ് എന്നയാൾ യാസിറിന്റെ സുഹൃത്താണെന്ന് ഷിബില അറിഞ്ഞിരുന്നു. ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഇതോടെയായിരുന്നു ബന്ധം ഏർപ്പെടുത്താൻ യുവതി തീരുമാനിച്ചത്. മകളെയും കൂട്ടി ഷിബില സ്വന്തം വീട്ടിലേക്ക് പോയി. ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ലെന്ന് ഷിബില പലതവണ യാസിറിനോട് പറഞ്ഞിരുന്നു. യുവതിയെ കൊല്ലുമെന്ന് ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തി. പോലീസിൽ പരാതി നൽകിയിട്ടും ഇയാളുടെ ശല്യം തുടർന്നു. കഴിഞ്ഞ ദിവസം നോമ്പ് തുറക്കുന്ന സമയത്ത് സ്വന്തം കാറിലായിരുന്നു ഇയാൾ ഷിബിലയുടെ വീട്ടിലേക്ക് എത്തിയത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷിബിലയുടെ കഴുത്തിലേക്ക് കത്തി കുത്തിയിറക്കി. 3 വയസ്സുകാരിയ മകളുടെ മുന്നിൽ വച്ചായിരുന്നു ഈ ക്രൂരമായ ആക്രമണം. യാസിറിന്റെ ആക്രമണത്തിൽ അബ്ദുറഹ്മാനും ഭാര്യ ഹസീനയ്ക്കും പരിക്കേറ്റു. 2 പേരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. അബ്ദുറഹ്മാനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ശബ്ദം കേട്ട് വീട്ടിലേക്ക് ഓടിയെത്തിയ അയൽവാസി നാസറിനെയും പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. രാസലഹരിക്ക് അടിമയായ യാസറിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയായിരുന്നു ഷിബില കുഞ്ഞിനെയും കൂട്ടി അടിവാരത്തെ വാടക വീട്ടിൽ നിന്ന് കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയതെന്നാണ് അയൽവാസിയായ വർഗീസ് പറയുന്നത്. കുറച്ചുനാളായി ഇരുവരും അകന്നു കഴിയുന്നതിനാൽ കുഞ്ഞിന്റെ പിറന്നാളിന് യാസറിനെ വിളിച്ചിരുന്നില്ല. ഈ ദേഷ്യത്തിൽ ഷിബിലയുടെ വസ്ത്രങ്ങൾ മുഴുവൻ യാസിർ കത്തിച്ചു കളഞ്ഞുവെന്നും അതിന്റെ ദൃശ്യങ്ങൾ വാട്സാപ്പ് വഴി അയച്ചു കൊടുത്തുവെന്നും അയൽവാസി വർഗീസ് പറയുന്നുണ്ട്. ഷിബിലയുടെ വിവിധ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ നഷ്ടപ്പെടുമെന്ന പേടിയുള്ളതിനാൽ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം യാസുമായി സംസാരിച്ചിരുന്നു. എന്നാൽ ഒരു വിധത്തിലും അനുനയത്തിന് തയ്യാറല്ലെന്നും വർഗീസ് പറഞ്ഞു. ഷിബിലയെ മർദ്ദിച്ചിരുന്നത് യാസിർ സംസാരത്തിനിടെ സമ്മതിച്ച കാര്യവും അയൽവാസിയായ വർഗീസ് പറയുന്നുണ്ട്. പരിക്കേറ്റ ഭാര്യയുടെ അച്ഛൻ അബ്ദുറഹ്മാനും അമ്മ ഹസീനയും ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ച ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് പൂർത്തിയാക്കും. കഴിഞ്ഞ ദിവസം രാത്രി മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി പരിസരത്ത് വെച്ചായിരുന്നു പിടിയിലായ യാസിറിനെ പുലർച്ചെ 1 മണിയോടെ താമരശ്ശേരി പോലീസിന് കൈമാറിയത്. കനത്ത സുരക്ഷയാണ് പ്രതിയെ താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോയത്. വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് പോലീസ്. ഫോറൻസിക് സംഘം ഇന്ന് സംഭവം നടന്ന കാക്കാട്ട് വീട്ടിലെത്തി പരിശോധന നടത്തും. അസുഖബാധിതയെ സഹോദരിയുടെ വീട്ടിൽ കഴിയുകയായിരുന്ന സുബൈരെ അവിടെ എത്തിയായിരുന്നു യാസിന്റെ സുഹൃത്തായ ഈ ആഷിഖ് കൊലപ്പെടുത്തിയത്.
രാസലഹരിയിൽ ക്യാൻസർ ബാധിതയായ ഉമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖും യാസറും അടുത്ത സുഹൃത്തുക്കളാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. താമരശ്ശേരി അടിവാരം സ്വദേശി സുബൈദയെ മകൻ ആഷിഖ് വെട്ടിക്കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിലാണ് ഇന്നും ആ നാട്. പണം നൽകാത്തതിനുള്ള പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത്. തനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് നടപ്പാക്കിയതെന്നായിരുന്നു പ്രതി ആഷിഖ് നാട്ടുകാരോട് പറഞ്ഞത്. 2 ദിവസം ആഷിഖ് വീട്ടിൽ എത്താതിരുന്നതോടെ എവിടെ പോയി എന്ന് ചോദിച്ച അമ്മയോട് തനിക്ക് പൈസ വേണമെന്നായിരുന്നു ആഷിഖിന്റെ മറുപടി. പിന്നീടുണ്ടായ തർക്കത്തിനൊടുവിലായിരുന്നു നിഷ്ഠൂരമായ ആ കൊലപാതകം അരങ്ങേറിയത്. ആഷിഖിന് 1.5 വയസ്സ് പ്രായമുള്ളപ്പോൾ പിതാവ് വിവാഹബന്ധം ഏർപ്പെടുത്തി പിരിഞ്ഞു. പിന്നീട് കൂലിപ്പണിക്ക് പോയാണ് സുബൈദ മകനെ വളർത്തിയത്. ലഹരി ഉപയോഗിച്ച് നേരത്തെയും ആഷിഖ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ബ്രെയിൻ ട്യൂമർ ബാധിച്ചതോടെ അടിവാരത്തെ സ്വന്തം വീട്ടിൽ നിന്നും ഇവർ സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറുകയായിരുന്നു. അവിടെയും ആഷിഖ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതോടെ പുതുപ്പാടിയിൽ താമസിക്കുന്ന സഹോദരിക്ക് അടുത്തേക്ക് മാറി. മകനോടൊപ്പം താമസിക്കാനുള്ള ആഗ്രഹമാണ് വിനയായതെന്നാണ് അയൽവാസികൾ പറയുന്നത്. പിതാവ് ഉപേക്ഷിച്ച സമയത്ത് 1.5 വയസ്സ് മാത്രമുള്ള തന്നെ നാളിത്രയും കാലം പാചക സഹായിയായും കൂലിവേല ചെയ്തുമെല്ലാം വളർത്തി വലുതാക്കിയ ഉമ്മയെ മകൻ മുഹമ്മദ് ആഷിഖ് കൊലപ്പെടുത്തിയത് ദേഹത്ത് തുരുതുര വെട്ടിയായിരുന്നു. ആഴത്തിലുള്ള 17 മുറിവുകളാണ് കൊടുവാൾ കൊണ്ടുള്ള വെട്ടിൽ സുബൈദയുടെ ദേഹത്തേറ്റത്. എന്നാൽ ഒരേ സ്ഥലത്ത് തന്നെ കൂടുതൽ തവണ വെട്ടി എണ്ണം കൃത്യമായി നിർണ്ണയിക്കാനാവാത്ത നിലയിലായിരുന്നു മുറിവുകൾ. അതിനാൽ തന്നെ വെട്ടുകളുടെ എണ്ണം അതിലും കൂടുതലായിരുന്നു. വെട്ടുകളുടെ എണ്ണവും ആഴവും കൊലപാതകത്തിലെ പൈശാചികത വെളിപ്പെടുത്തുന്നവയാണ്. മുറിവുകളിലെ നല്ല ആഴത്തിലുള്ളതായിരുന്നു. വെട്ടേറ്റത് അധികവും കഴുത്തിനും തലയ്ക്കുമായിരുന്നു. സുബൈദ കൊല്ലപ്പെട്ട വെനക്കാവിലെ വീടിന്റെ ചുറ്റുവട്ടത്ത് സ്ഥാപിച്ചിരുന്ന CCTVയിൽ കൊലപാതകത്തിന് മുൻപും ശേഷവുമുള്ള മുഹമ്മദ് ആഷിഖിന്റെ ചെയ്തികൾ പതിഞ്ഞ വീട്ടുമുറ്റത്തെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. സുബൈദയെ കൊലപ്പെടുത്തുന്നതിനായി അയൽവാസിയുടെ വീട്ടിൽ നിന്ന് തേങ്ങ പൊതിക്കാനെന്ന പേരിൽ കൊടുവാൾ വാങ്ങാൻ പോകുന്നതിന്റെയും കൊടുവാളുമായി മടങ്ങുന്നതിന്റെയും കൊലയ്ക്ക് ശേഷം ചോര പുരണ്ട കൊടുവാൾ വീട്ടുമുറ്റത്തെ ടാപ്പിൽ വെച്ച് കഴുകി വൃത്തിയാക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെയായിരുന്നു സൈബർ സെൽ സംഘത്തിന് കിട്ടിയിരുന്നത്. തലയിൽ ട്യൂമർ ബാധിച്ചതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ശേഷം വീട്ടിൽ കിടപ്പിലായിരുന്നു സുബൈദ. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സുബൈദയായിരുന്നു കണ്ടത്. ഈ സമയം ആഷിഖ് മറ്റൊരു മുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. നാട്ടുകാർക്ക് നേരെ കൊടുവാളുമായി ഭീഷണി മുഴക്കിയെങ്കിലും പിടികൂടി കെട്ടിയിടുകയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് താമരശ്ശേരി പോലീസ് എത്തി പിന്നീട് കസ്റ്റഡിയിലെടുത്തു. അയൽപ്പക്കത്തിൽ നിന്ന് തേങ്ങ പൊളിക്കാനെന്ന് പറഞ്ഞ് വാങ്ങിയ കൊടുവാളുകൊണ്ടായിരുന്നു പ്രതി കൃത്യം നടത്തിയത്. കൊലപാതകം നടന്ന വീട്ടിൽ നിലവിളി കേട്ട് ആദ്യം ഓടിയെത്തിയത് ഈ കൊടുവാൾ നൽകിയ അയൽ വീട്ടുകാർ തന്നെയായിരുന്നു. സുബൈദയുടെ സഹോദരി ഷക്കീലയെ വിളിച്ചു വരുത്തിയതോടെയാണ് ആഷിഖ് കതക് തുറന്നത്. സുബൈദ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ആ സമയം. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ആംബുലൻസ് വരികയും ചെയ്യുന്നതിനിടയിൽ അയൽ വീട്ടിൽ നിന്ന് വാങ്ങിയ കൊടുവാൾ കഴുകി ഇതാ നിങ്ങളുടെ കൊടുവാൾ എന്ന് പറഞ്ഞ് പുറത്തേക്കിട്ടു. അകത്ത് ആഷിഖും ഷക്കീലയും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി. ഇതിനിടെ പുറത്തിറങ്ങിപ്പോകാൻ ശ്രമിച്ച ആഷിഖിനെ നാട്ടുകാർ പോലീസ് എത്തും വരെ തടഞ്ഞു വെക്കുകയായിരുന്നു. ആഷിഖ് ഇതിനു മുമ്പും സുബൈദയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരിസരവാസികൾ അന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാരകായുധവുമായി സുബൈദയോട് അക്രമാസക്തമായി പെരുമാറിയതിനെ തുടർന്ന് കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് 10 ദിവസത്തെ ചികിത്സ നൽകിയിരുന്നു. അമിതമായി ലഹരിമരുന്ന് ഉപയോഗിക്കാനുള്ള ആഷിഖിനെ നേരത്തെ ലഹരി വിമുക്ത കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.